വാതിലിന് കുറ്റിയിടണ്ട. എനിക്കറിയാം ഇന്ന് നീ ഈ കുറുക്കുവഴിയിലൂടെ എഴുന്നള്ളൂന്ന്. തെരുവില് മോണോ ആക്ട്, വീട്ടില് മിമിക്രി. എന്താ നിന്റെ ഉദ്ദേശം? പോയിവിടെ. കണ്ടില്ലേ മുത്തച്ഛന്റെ അവസ്ഥ? അയ്യോ, മുത്തശ്ശൻ എന്ത് പറ്റി? മാഡം വന്നു, സാർ എന്തോ ചോദിച്ചു, മാഡം എന്തോ പറഞ്ഞു, പിന്നെ പടക്കോന്നൊരു വീഴ്ചയായിരുന്നു. അയ്യോ, പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ. ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ? ആട്ടെ, ആ കാശ് എവിടെ? കാശ് ചെലവായി പോയി. നേരെ ചൊവ്വേ കാശ് ചോദിച്ചാ അമ്മ തരുവോ? മുത്തശ്ശൻ തരുവോ? അത് നേരാ, ഒരിക്കലും തരൂല. അല്ല, ഞാൻ ചുമ്മാ ഒരു നേരം പോക്ക് കാണിച്ചു എന്ന് കരുതി അപ്പൊ തന്നെ ആ ക്യാഷ് ചെക്ക് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വേണ്ട വേണ്ടാന്ന് ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശന് ഒരേ നിർബന്ധം. അങ്ങനെ പറഞ്ഞോ സാറേ? ആ, പിന്നല്ലാതെ. ശരിക്കുള്ള കാര്യം കോട്ടയോ? എന്താ അത്? അല്ല, കോട്ടുവായിട്ട് ഇത് അകത്ത് പോകുന്നു പറയായിരുന്നു. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തശ്ശൻ അതെനിക്ക് തന്നത്. അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ. അവൾ പറഞ്ഞത് നേരാണോ? ഓ, അപ്പൊ മുത്തച്ഛൻ തന്നെയാ കുഴപ്പക്കാരൻ. ഈ ഒരു പ്രശ്നത്തിൽ വാവച്ചിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും. മനുഷ്യനെ മെനക്കെടുത്താൻ സ്വയം അങ്ങോട്ട് അനുഭവിച്ചോ. പൂജ ദാ വരുന്നമ്മേ. പോയി കിടന്നുറങ്ങണ പന്നി. സോറി മുത്തശ്ശ. ഓടി കള്ളി. ചോണക്കുട്ട്, എന്റെ തുറുപ്പിച്ചിട്ട്. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്നാ അവളെ നീ വളച്ചെടുത്തത്. ഒന്ന് കരിമ്പ്, മറ്റവൾ കാരിരുമ്പ്. ബുദ്ധിപൂർവ്വം കരിമ്പിനെ നോട്ടമിട്ടുകൊണ്ട് എളുപ്പം വളയ്ക്കാൻ പറ്റി. അമ്മയുടെ വീക്ക്നെസ്സും ആ മോള് തന്നെയാ. അതിനെ കൊത്തിയാലേ ആ നെഞ്ചു പിടയൂ. കേവലം ഒരു പൊമ്പളങ്കരത മറന്നിട്ട മോളുടെ മാനത്തിന് വേണ്ടി അവൾ എന്റെ കാൽക്കൽ വീഴണം. അവിടെ സ്റ്റീഫൻ ജേക്കബ്. അതിനുള്ള വില വിരിച്ചു കഴിഞ്ഞു. താമസിയാതെ മാൻപേട എന്റെ കസ്റ്റഡിയിലാവും. വാടാ ഇങ്ങ. എനിക്കറിയാം ഈ കാന്തിത്തല കൊണ്ട് മാത്രം നീ തൃപ്തിപ്പെടില്ല. തൽക്കാലം മിനിക്കാൻ എനിക്ക് മതി. അപ്പൊ പറഞ്ഞ പോലെ. ഇവളിത് എവിടെ പോയി കിടക്കുക? നായ്ക്കിരിക്കാൻ നേരമില്ല, എന്നാലും നായ് നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നല്ലേ മുത്തശ്ശൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത്? ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി ഫംഗ്ഷന്റെ കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഇനി അത് നിന്റെ അമ്മയുടെ വായി നിന്നെ കേൾക്കണമെന്നുണ്ട. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ റെഡി. എന്റെ പൂച്ചക്കുഞ്ഞ് എന്താ ഇരട്ടത്ത്? എന്ത് പറ്റി? എന്താ ഉണ്ടായേ? ആ ശരത് തന്നെ. എന്താ അവന്റെ ഉദ്ദേശം? ഇന്ന് രാത്രി 8 മണിക്ക് ഹോട്ടൽ റീജൻസിയിൽ 307 നമ്പർ റൂമിൽ ചെന്നില്ലെങ്കിൽ ഈ ഫോട്ടോകൾ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും അത്രേ. പലതവണ എന്നെ ഔട്ടിങ്ങിന് വിളിച്ചതാ. അപ്പോഴൊക്കെ ഞാൻ എതിർത്തു. ഒടുവിൽ ഇതാ ഭീഷണി. ഒന്നും സംഭവിക്കില്ല. ആ ഫ്ലോട്ടിന്റെ വൃത്തിയായിട്ട നമ്പർ ഇതൊക്കെ. എന്തായാലും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്ന നമ്മൾ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. അമ്മ അറിഞ്ഞ അത് മതി. എനിക്ക് പേടിയാവുന്നു. അറിയരുത്. അമ്മ മാത്രമല്ല, ആരും. ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ കൂടെ. ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശനും സംശയിക്കാൻ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ പോയി റെഡിയായേ പോ.
സമയം വൈകിലോ. നീ ഇതെങ്ങോട്ടാ? സ്റ്റുഡിയോ വരെ. ഈ രാത്രിയിലോ? ഇപ്പഴാ ഓർത്തത്, നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. എന്ത് മല മറിക്കുന്ന ജോലിയായാലും ശരി, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. എന്താ മേം സാബ് ഇങ്ങനെ വാശി പിടിച്ചാലോ? ചെയ്യും തൊഴിൽ അന്നമെന്നല്ലേ. ഈ മുത്തശ്ശനാണ് സത്യം. സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞതും നേരെ ഫംഗ്ഷൻ. ഓക്കെ? കണ്ടില്ല അവളുടെ അനുസരണക്കേട്. ഈ മരഞ്ചാടിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി. വന്നാ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, അത് ഉറപ്പാ. Fifth wedding anniversary celebrations of Brigadier KP Nambiar and Mrs. Sulochana Nambiar. Thank you. Good evening, everybody. Ayyo. Good evening. Good evening. Yes, come in. പ്രതീക്ഷിച്ചില്ല അല്ലേ? പൂജയ്ക്ക് പകരം പിങ്കി. എന്താ ഇഷ്ടായില്ലേ? തന്നെ സമ്മതിച്ചിരിക്കുന്നു. കൊള്ളാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളാരെ കറക്കിയെടുത്ത് മോർഫിംഗിലൂടെ ഒരു ബിസിനസ് ബ്ലാക്ക്മെയിൽ. എന്താ നിന്റെ ഉദ്ദേശം? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്താ നീ ധരിച്ചത്? നിന്നെ കണ്ട് അവള് ഭ്രമിച്ചു പോയെന്നോ? ഒന്ന് ഭീഷണിപ്പെടുത്തിയാ പേടിച്ചു വരേണ്ട സർവ്വത നിന്റെ കാൽക്കീഴിൽ സമർപ്പിക്കുമെന്നോ? ഒന്ന് മോഹിച്ചു പോയി എന്ന് കരുതി ഇത്തരം വൃത്തിയുടെ തന്ത്രങ്ങളുമായി വന്ന് ആ പാവത്തിന് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ. എന്താ ഭീഷണിയാ? അതേടാ, ഭീഷണി തന്നെയാ. നീ ടോസ് ചെയ്ത അതേ നാണയം കൊണ്ട് തന്നെ നിന്നെ ഞാൻ കുരുക്കും. ഇത് സാക്ഷാൽ ഗന്ധർവൻ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപക് ശർമ്മയുടെ സീമന്തപുത്രി പൂനം ശർമ്മ. ഇനി വീരശൂര പരാക്രമിയായ ഈ കാമദേവൻ ചേട്ടന്റെ പ്രണയക്കേളികൾ നോക്കിയേ. താമസിയാതെ ഈ ലീലാവിലാസങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കപ്പെടും. അറിയാലോ, ഈ പെങ്കൊച്ചിന് ചുമ്മാ ഒന്ന് കമന്റ് അടിച്ചു പോയതിന് പാവം ഒരു MBA വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ വേര് തോണ്ടി കഷായം കാച്ചിയവനാ കമ്മീഷണർ. ചേട്ടൻ പേടിച്ചു അല്ലേ? ഇതൊരു സാമ്പിൾ മാത്രം. കാലം മാറി മോനെ. ഇത്തരം ചപ്പടാച്ചി വേലകൾ കൊണ്ടൊന്നും ഇനി പെമ്പിള്ളാരെ പാട്ടിലാക്കാൻ പറ്റില്ല. ഒലിപ്പീരുമായി ഈ ചോക്ലേറ്റ് കുട്ടപ്പനെ ഇനി ആ പരിസരത്തെങ്ങാനും കണ്ടാലുണ്ടല്ലോ. മോളെ, മോളെന്താ ഇവിടെ? അത് അങ്കിൾ, ഞാൻ പിന്നെ എന്റെ ഒരു ഗസ്റ്റിനെ കാണാൻ വന്നതാ. ഈ രാത്രിയിലോ? ആരാ ഗസ്റ്റ്? അങ്കിളിന്റെ ആളെ അറിയില്ല. സ്റ്റുഡിയോയിൽ ഇത്തിരി ജോലിയുണ്ട്, ഞാൻ പോട്ടെ. How are you, madam? What's up in your life? Where is Pinky? Excuse me. Hello. How are you? മോളങ്ങ് വളർന്നു പോയല്ലോ. ഞാൻ പോട്ടെ അങ്കിൾ. എന്തായി? എല്ലാം ഓക്കെ. ആ ഫ്ലേർട്ടിന്റെ നട്ടല് പിഴുതെടുത്താ ഞാൻ വരുന്നത്. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എന്റെ പൂച്ചക്കുട്ടി, ഇനി ടെൻഷനൊന്നും വേണ്ട. ഹേയ് മാം, നിൽക്കും. എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? സ്റ്റുഡിയോയിലെ ജോലി തീർന്നു. നീ മിണ്ടരുത്. ഹായ് ഡോക്ടർ. ഹലോ. ആരാ ഇവരൊക്കെ? ഇതിന്റെ മോളാ പൂജ. എന്ത് ചെയ്യുന്നു? ടീച്ചറാ. ഓ, വെരി ഗുഡ്. ഇത് ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. സോറി. ഓക്കെ. ഹായ്, ഇതാര് പിങ്കി മോളോ? എന്താ പശുക്കിടാവിനെ പോലെ തനിച്ച് നിന്നായി കിടക്കുന്നത്? ചുമ്മാ. നോ, ഐ ഹാവ് ടു അഡ്വൈസ് യു. തന്റെ കോമാളി ഷോ ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് വെരി ബോറിംഗ്, ഗുഡ് ഫോർ നത്തിങ്. കോളനിയിലെ ലോക്കൽസിനൊപ്പം കൂടി ഒരു ബഫൂൺ കളി. ദാറ്റ് ഇസ് നോട്ട് പിങ്കി ഷോ, ഇറ്റ്സ് മങ്കി ഷോ. പ്ലീസ് അങ്കിൾ, ഞാനിപ്പോ നല്ല മൂഡിലല്ല, വിട്ടേക്ക്. നോ 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 നോ, യു ഹാവ് ടു ലിസൺ ടു മീ.
You know, we will lose our culture and dignity if you move with these sort of low-class people. It will not affect you, but it will affect the goodwill of Rajalakshmi. You know, you should follow the European culture. പോടാ പട്ടി. What? പോടാ യൂറോപ്യൻ പട്ടി. സബ്ജി ഫിഷ് का टाइम हाँ जी, हाँ जी, हाँ जी. Thank you very much, ladies and gentlemen. എന്റെ ഈശ്വര, അപ്പൊ വിഐപികൾക്കിടയിലുണ്ട് കുറുക്കന്മാർ. എന്താ പറ്റി? പെട്ടെന്ന് തിരിച്ചല്ലോ. ഫംഗ്ഷൻ കൊളായി. ഏതോ തല തിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ വെള്ളം ഒഴിച്ചു വെച്ചു. ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ? ഹമ്പടി കേമി, അത് നീയായിരുന്നു. സത്യം പറയാലോ, ലൈറ്റ് പോയത് കൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപ ടപാന്ന് 4 എണ്ണങ്ങൾ അടിച്ചു. അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞു ഒന്ന് കൂവാൻ പറ്റി. ഇങ്ങനെ വായ തുറന്നൊന്ന് കൂവിയിട്ട് കാലം എത്രയായിന്നറിയോ? പക്ഷെ കുടിച്ചതൊക്കെ ഇറങ്ങി. സ്മാളുണ്ടാ മോളുണ്ടോന്ന് ചോദിക്കായിരുന്നു. അത്താഴ പട്ടിണി കിടക്കരുതല്ലോ. എനിക്കറിയാം, ഇത്രയൊക്കെ അവിടെ ഒപ്പിക്കണമെങ്കിൽ അത് ഇവളെ കൊണ്ടേ പറ്റുള്ളൂന്ന്. അതെ, ഞാൻ തന്നെയാ ചെയ്തത്. എനിക്കിപ്പോ അറിയണം ഞാൻ നിങ്ങളുടെ ആരാ. എന്നെ മോളെന്ന് പരിചയപ്പെടുത്തിയ ലഫ്റ്റനന്റ് കേണൽ രാജലക്ഷ്മിയുടെ മാനം കപ്പൽ കയറോ? എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും? സ്റ്റുഡിയോയിലേക്ക് കള്ളം പറഞ്ഞ് എവിടെയാണ് നീ പോയത്? ഹോട്ടലില്. ഹോട്ടലിലോ? ഞങ്ങളോടൊക്കെ നുണ പറഞ്ഞ് നീ ആരെ കാണാനാ പോയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയില്ല. കള്ളം മനസ്സിലുള്ളപ്പോ അവൾ എങ്ങനെ അത് പറയും? അതെ, ഞാൻ പലയിടത്ത് പോകും, പലരെയും കാണും. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മാനം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല.